ശരീരകലകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കളായ ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ ശരീരം ഇരുമ്പ് ഉപയോഗിക്കുന്നു. ഇരുമ്പിന്റെ കുറവ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിലേക്ക് നയിക്കും. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് അനീമിയ അഥവാ വിളർച്ചയെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിലും പ്രായമായവരിലും ഈ രോഗാവസ്ഥ കണ്ടുവരാറുണ്ട്. സ്ഥിരമായ ക്ഷീണം, ശ്വാസതടസ്സം, നെഞ്ചുവേദന, വിളറിയ ചർമ്മം എന്നിവ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. വിളർച്ച കണ്ടെത്തിയാൽ അത് കൃത്യമായി ചികിത്സിക്കുകയും ആവശ്യമെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കുകയും വേണം. എന്നാൽ ഇതിനെല്ലാം പുറമെ ഭക്ഷണത്തിലൂടെ ഇരുമ്പിന്റെ അളവ് ശരീരത്തിൽ കൂട്ടാനാകും. ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ആരോഗ്യകരമായ ജ്യൂസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നെല്ലിക്ക ജ്യൂസ്. ഇന്ത്യൻ നെല്ലിക്ക വിറ്റാമിൻ സിയാൽ സമ്പന്നമാണ്. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഇരുമ്പ് ആഗികരണം ചെയ്യാൻ സഹായിക്കും. ഇതുവഴി ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും സഹായിക്കുന്നു. കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ ജ്യൂസ് ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും. അത്രയേറെ രുചിയുള്ളതാണ് കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ ജ്യൂസ് ഇരുമ്പിന്റെയും മറ്റ് ആവശ്യധാതുക്കളുടെയും മികച്ച ഉറവിടമാണ്. കരിമ്പിലടങ്ങിയിരിക്കുന്ന മധുരം ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാതള നാരങ്ങ ജ്യൂസ്. നിരവധി വിറ്റാമിനുകളാൽ സമ്പന്നമാണ് മാതള നാരങ്ങ എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ ഇരുമ്പും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. മാതള നാരങ്ങ ജ്യൂസ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തെയും ആഗീകരണത്തെയും സഹായിക്കും. ഓറഞ്ച് ജ്യൂസ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ഏറെ അടങ്ങിയ പഴമാണ് ഓറഞ്ച്. ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതും ഓറഞ്ച് കഴിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ബീട്രൂട്ട് ജ്യൂസ്. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയാണ് ബീട്രൂട്ട്. രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. കൂടാതെ ധാരാളം വിറ്റാമിൻ സിയും ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ടിന്റെ കുറച്ച് കഷ്ണങ്ങൾക്കൊപ്പം ഇഞ്ചിയോ നാരങ്ങ നീരോ ചേർത്ത് ജ്യൂസ് അടിച്ചു കുടിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.